നമസ്കാരം. ഇന്ന് നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളും അതുവഴി ഇന്ത്യക്ക് കൈവന്ന നേട്ടങ്ങളും നമുക്ക് വിശകലനം ചെയ്യാം. നയതന്ത്രം എന്നാൽ മറ്റുള്ളവരെ നമ്മുടെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരാൻ പോരുന്ന ഒരു കലയാണ്. ദാനിയൽ വാരെ എന്ന ഒരു ഡിപ്ലോമാറ്റിൻ്റെതാണ് ഈ വാക്കുകൾ. കഴിഞ്ഞ ദിവസം മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണി വൈദ്യപരിശോധനാർത്ഥം അമേരിക്കയിലെ പ്രശസ്തമായ മയോ ക്ലിനിക്കിൽ എത്തി. ഒരു മാസം മുമ്പ് കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയും ലോകോത്തര ക്യാൻസർ സെന്ററായ സ്ലോൺ കേറ്ററിംഗിൽ ചികിത്സ കഴിഞ്ഞു മടങ്ങി. 125 കോടിയോളം വരുന്ന സാധാരണ ഇന്ത്യക്കാർക്ക് കിട്ടാത്ത സൗകര്യം ഇവർക്ക് എങ്ങനെ ലഭ്യമാകുന്നു? അതെ, സാധാരണ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെ. 10 വർഷം മുച്ചൂടും മുടിച്ചു ഭരിച്ചിട്ടും ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രി പോലും നിർമ്മിക്കാൻ കോൺഗ്രസിനായില്ല. അന്താരാഷ്ട്ര തലത്തിൽ 2014 ഇന്ത്യയുടെ സ്ഥാനം വളരെ പരിതാപകരമായിരുന്നു. അഴിമതിയും കുംഭകോണവും ബലാത്സംഗവും ഒക്കെയായിരുന്നു ഗൂഗിൾ തിരച്ചിലിൽ പോലും ഇന്ത്യക്ക് കിട്ടിയിരുന്നത്. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ, അമേരിക്കയുമായുള്ള നീരസം, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായി തുലവും അധപ്പതിച്ചു പോയ ഇന്ത്യയുടെ അവസ്ഥ മാറ്റിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയായിരുന്നു. ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ആത്മവീര്യം, ആത്മവിശ്വാസം, ദേശസ്നേഹം ഇവ ഉയർത്തി അവർക്ക് രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലും താല്പര്യമുണ്ടാക്കി അവരുടെ നൈപുണ്യം സ്വരാജ്യത്തിനായി ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിച്ച ശക്തിയാണ് മോദി തരംഗം. വിദേശ രാജ്യ സന്ദർശനങ്ങളിൽ നടത്തുന്ന ദ സോ കോൾഡ് റോക്ക് സ്റ്റാർ പൊതുസമ്മേളനങ്ങൾ ഇതിനായുള്ള മാനസികമായ നീക്കമായിരുന്നു. ഇതിന്റെ ഫലമായി ഇന്ത്യയിലേക്ക് ഈ വർഷം ഫോറിൻ ഡയറക്റ്റ് ഡിപ്പോസിറ്റിന്റെ ഒരു പ്രവാഹം തന്നെയുണ്ടായി. $19.78 ബില്യൺ, അതായത് 1.3 ലക്ഷം കോടി രൂപയാണ് സന്ദർശിച്ച രാജ്യങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപം. അതായത് ആകെ നിക്ഷേപത്തിന്റെ 30% ഈ സന്ദർശനങ്ങളുടെ നേർഫലം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി ഇന്ത്യയെ ബ്രാൻഡ് ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര വിപണന മേഖലയിൽ ചൈനയുടെ ആധിപത്യം പൊളിച്ചെഴുതാനാവും. സുരക്ഷാ മേഖലയിൽ ഇന്ത്യ മൗറീഷ്യസ്, ഭൂട്ടാൻ, ശ്രീലങ്ക ഇവരുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തി ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന ഭീഷണിയെ ചെറുത്തുനിന്നു. ഇന്ത്യൻ സമുദ്രത്തിൽ ഇന്ത്യക്ക് ബേസുറപ്പിക്കാനായി. ഈ രാജ്യങ്ങളിൽ അനധികൃതമായി ജയിലിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനായി. UAE ചേർന്ന് ദാവൂദിനെ കുടുക്കാനുള്ള ശ്രമം ഫലം കാണുന്നു. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി രക്ഷിച്ചു തിരികെ എത്തിക്കാനായി. മംഗോളിയയുമായും ജപ്പാനുമായും മധ്യ ഏഷ്യയിൽ ബന്ധം ശക്തമാക്കുക വഴി ചൈനയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട അവസ്ഥയിലായി. സാമ്പത്തികമായി കൈവന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മേക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയിൽ അമേരിക്ക, ഫ്രാൻസ്, ജപ്പാൻ, റഷ്യ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും അവിടുത്തെ വ്യവസായികളും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഫോറിൻ ഡയറക്റ്റ് നിക്ഷേപം 40% വർധനയായി. കാനഡയും ഓസ്ട്രേലിയയും എൻറിച്ച്ഡ് യുറേനിയം പ്രദാനം ചെയ്യുമ്പോൾ ജപ്പാൻ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണം, ജർമ്മനി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മാണം, ഫ്രാൻസിൽ എയർബസ് ഔട്ട്സോഴ്സിംഗ്, മേക്ക് ഇൻ ഇന്ത്യയെ സഹായിക്കാനുമായി ഇന്ത്യയോടൊപ്പം മുന്നോട്ട് വന്നിരിക്കുന്നു. ഇന്ത്യയെ UN സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വത്തിന് സ്പോൺസർ ചെയ്യാനുള്ള വിശ്വാസം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇതിനകം ഇന്ത്യ നേടിയെടുത്തു കഴിഞ്ഞു. പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത് ഇന്നോളം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ദിവസം 18 മണിക്കൂർ രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രധാനമന്ത്രിക്ക് തീർച്ചയായും ഇന്ത്യയെ വിശ്വഗുരു സ്ഥാനത്തെത്തിക്കാനാവും എന്നതിന്റെ മുന്നോടിയാണ് ഫ്രാൻസിൽ നടന്ന കാലാവസ്ഥാ ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയുടെ ശബ്ദം എല്ലാത്തിലുമുപരി ഉയർന്നു കേട്ടുവന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ യമനിൽ കുടുങ്ങിയ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ ആശ്രയിച്ചത് ഇന്ത്യയുടെ കാര്യക്ഷമതയിൽ വന്ന വിശ്വാസം കൊണ്ട് തന്നെ. ഈ ശക്തമായ നേതൃത്വത്തിൽ ഭാരതം മുന്നോട്ട് പോകട്ടെ. വിൻസ് ലാംബാരിയുടെ വാക്കുകൾ കടമെടുത്താൽ ഒരു ജേതാവ് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നനാകുന്നത് മറ്റുള്ളവരിൽ അറിവിന്റെയോ ശക്തിയുടെയോ കുറവ് കൊണ്ടല്ല, പകരം നിശ്ചയദാർഢ്യത്തിന്റെ അഭാവമാണ്. നമസ്കാരം.